സുഹൃത്തുക്കളെ, ഇന്നത്തെ പേപ്പറിലുള്ളൊരു ന്യൂസ് നോക്കി. എന്താ സംഭവം എന്ന് വെച്ചാൽ, ക്രിസ്മസ് പുതുവത്സര അവധി കഴിഞ്ഞുള്ള തിരക്ക്. ഗൾഫ് നാടുകളിലേക്ക് വിമാന ടിക്കറ്റ് 3 ഇരട്ടി. ക്രിസ്മസ് പുതുവത്സര അവധി കഴിഞ്ഞ് ഗൾഫ് നാടുകളിലേക്ക് മടങ്ങുന്ന യാത്രക്കാരെ വെട്ടിലാക്കി വിമാന ടിക്കറ്റ് നിരക്ക് വർധന. സാധാരണ നിരക്കിനേക്കാൾ 3 ഇരട്ടി വരെ തുക നൽകിയാലേ നാട്ടിൽ നിന്ന് ഗൾഫ് നാടുകളിലേക്ക് എത്താനാവൂ എന്നതാണ് സ്ഥിതി. നാളെ കോഴിക്കോട് നിന്ന് ദുബായിലെത്താൻ 45,000 രൂപ ടിക്കറ്റ്. എന്നാൽ നാളെ 3 പേർക്ക് ദുബായിൽ നിന്ന് കോഴിക്കോട്ടെത്താൻ അത്രയും തുക മതി. ദുബായിലേക്ക് 8,000 രൂപ മുതൽ 14,000 രൂപയാണ് സാധാരണ നിരക്ക്. ആവശ്യക്കാർ ഏറിയത് കണക്കിലെടുത്താണ് 3 ഇരട്ടി വരെ നിരക്ക് വർദ്ധിപ്പിക്കുന്നുള്ള ചൂഷണം. അവധിക്കാലം നാട്ടിൽ ചിലവഴിക്കാനായി കുടുംബത്തോടൊപ്പം എത്തിയവരിൽ ഏറെയും തിരിച്ചു പോകുന്ന സമയമാണ്. ആ സമയത്ത് തന്നെയാണ് ഈ വർധന. നാളെ കോഴിക്കോട് അബുദാബി ടിക്കറ്റ് 41,000 രൂപ. തിരിച്ച് അബുദാബി കോഴിക്കോട് ടിക്കറ്റ് 15,000 രൂപ. കോഴിക്കോട് ഷാർജ 46,000 രൂപ. എന്നാൽ ഷാർജയിൽ നിന്ന് കോഴിക്കോടെത്താൻ പരമാവധി 18,000 രൂപ. കോഴിക്കോട് നിന്ന് ദോഹയിലേക്ക് നാളെ 35,000 രൂപ. ദോഹയിൽ നിന്ന് കോഴിക്കോട്ടെത്താൻ 21,000 രൂപ. കോഴിക്കോട്ടിൽ നിന്ന് നാളെ ജിദ്ദയിലേക്ക് 62,000 രൂപയാണ് നിരക്ക്. എന്നാൽ പകുതി തുകയുണ്ടെങ്കിൽ ജിദ്ദയിൽ നിന്നും കോഴിക്കോട്ടെത്താം. കോഴിക്കോട് നിന്ന് റിയാദിലേക്ക് 33,000 രൂപ. ദമാമിൽ നിന്ന് 34,000 രൂപയാണ് നിരക്ക്. എന്നാൽ കോഴിക്കോട് നിന്ന് റിയാദിലേക്ക് 23,000 രൂപയും ദമാമിൽ നിന്ന് 16,000 രൂപയും മതി. തദ്ദേശ തെരഞ്ഞെടുപ്പ് കണക്കിലെടുത്ത് കുടുംബത്തോടൊപ്പം നാട്ടിലെത്തിയ പ്രവാസികളുണ്ട്. അവരിലേറെയും അവധിക്കാലം കഴിഞ്ഞ് മടങ്ങാനിരിക്കുന്നവരാണ്. ഈ വക സിസ്റ്റം മാറേണ്ട സമയം വളരെ അതിക്രമിച്ചിരിക്കുന്നു. ബഹുമാനപ്പെട്ട വടകര MP ഷാഫി പറമ്പിൽ നമുക്ക് വേണ്ടി പാർലമെൻറ്റിലും മറ്റും ശബ്ദമുയർത്തിയത് നമ്മൾ ഒരുപാട് പ്രാവശ്യം കണ്ടിട്ടുണ്ട്. വേറെ കാര്യപ്പെട്ട ആരും തന്നെ ഈ ഒരു വിഷയവും ഉന്നയിച്ച് ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കുന്നതോ അല്ലെങ്കിൽ ഇതിനു വേണ്ടി പ്രയത്നിക്കുന്നതോ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. എന്ന് വെച്ചാൽ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അപ്പോൾ ഇതിന് എതിരെ ഈ വിമാനക്കമ്പനികളെ കൊള്ള, ഈ 3 ഇരട്ടിയൊക്കെ കൂട്ടുന്ന ആ ഒരു സിസ്റ്റത്തിനെതിരെ എന്തെങ്കിലും നടപടികൾ നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ നമ്മുടെ നേതാക്കന്മാരുടെ ഭാഗത്തു നിന്നും ശക്തമായ ഇടപെടലുകൾ ഇല്ലാത്തിടത്തോളം കാലം പ്രവാസികളെ ഇങ്ങനെ ചൂഷണം ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അത്യാവശ്യമില്ലാത്തവർ ഈ സമയത്ത് യാത്ര ചെയ്യാതിരിക്കുക. തിരക്ക് ഉണ്ടാകുമ്പോഴാണല്ലോ അവർ കൂട്ടുന്നത്. തിരക്കുണ്ടാക്കാതിരിക്കുക. വിസയിൽ ഇനിയും സമയമുള്ള ആളുകൾ ഈ ടൈമിൽ പോകാതിരിക്കുക. അങ്ങനെ ഓഫ് സീസണാക്കി മാറ്റുക. അത്യാവശ്യക്കാർ മാത്രം യാത്ര ചെയ്യുക. അങ്ങനെ ആകുമ്പോൾ അവർക്ക് അത് പറയാൻ പറ്റില്ലല്ലോ തിരക്കുണ്ട് എന്നുള്ളത്. അതേപ്പോൾ ഞാൻ കണ്ടിട്ടൊരു പരിഹാരമുള്ളൂ. നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ആ സമയത്ത് തിരക്കില്ലാതിരിക്കുക. അതിനു വേണ്ടി പരിശ്രമിക്കുക. അത്യാവശ്യക്കാർ മാത്രം യാത്ര ചെയ്യുക.